ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രുചികരമായ ചിക്കൻ കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. ഇതിനായി 3 സവോള, 4 ഉരുളൻകിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചത്, 1/2 കിലോ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ട് വേവിച്ച് പൊടിച്ചെടുത്തത്, ബ്രെഡ് ക്രംസ്, മല്ലിയില, വേപ്പിൻ്റെ ഇല, 3 കോഴിമുട്ട, പിന്നെ നമുക്ക് ആവശ്യമായ മസാലപ്പൊടികൾ: മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി സവോള വഴറ്റുക. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റുക, അതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ. അതിനുശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി. ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് വെക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിൻ്റെ ഒരു കുത്തുമണമുണ്ട്, അതൊന്ന് മാറുന്ന വരെ നന്നായി വഴറ്റുക. എന്നിട്ട് നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച് പൊടിച്ച ചിക്കൻ ചേർത്ത് കുറച്ചു നേരം ഇളക്കുക. ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായി പിടിച്ചതിന് ശേഷം മാഷ് ചെയ്ത ഉരുളൻകിഴങ്ങും ചേർത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അതിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മിശ്രിതം തയ്യാറായിട്ടുണ്ട്. ചൂടാറിയ ശേഷം ഈ മിശ്രം ചെറിയ ഭാഗങ്ങളായി എടുത്ത് കട്ട്ലേറ്റിൻ്റെ ആകൃതിയിൽ ഷേപ്പ് ചെയ്യുക. അടുത്തതായിട്ട് മുട്ട നന്നായി അടിച്ചെടുത്ത് ഓരോ കട്ട്ലേറ്റും അതിൽ മുക്കുക. ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായി പൊതിഞ്ഞെടുക്കുക. ഇനി ചൂടായ എണ്ണയിൽ മീഡിയം തീയിൽ കട്ട്ലേറ്റുകൾ പൊരിച്ചെടുക്കാം. ഇരുവശവും ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ പൊരിച്ചാൽ മതി. ഈ കട്ട്ലേറ്റുകൾ ഫ്രീസ് ചെയ്ത് പിന്നീട് ഉപയോഗിക്കാനും കഴിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.